ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ അരൾസിയെക്കുറിച്ച്, അരൾസി എന്ന് പറയുന്നത് ഇന്ന് അരൽക്കും ഡെസേർട്ട് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു മരുഭൂമിയാണ്. അന്ന് അതെന്തായിരുന്നു, ഒരു 40 വർഷം മുമ്പ്, ഒരു 4 ഡെക്കേഡ്സിന് മുമ്പ് 1960-ലൊക്കെ അത് വേൾഡിലെ ഏറ്റവും വലിയ 4ാമത്തെ ലേക്കായിരുന്നു അരൾസി എന്ന് പറയുന്ന ലേക്ക്. ഇത് തുർക്ക്മെനിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലുമായിരുന്നു സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനായിട്ട് 2 റിവേഴ്സ്, ഇതിലേക്ക് വരുന്ന 2 റിവേഴ്സ് ഉണ്ടായിരുന്നു. അമൂദരിയ, സിർദരിയ എന്ന് പറയുന്ന 2 റിവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 40 വർഷങ്ങൾക്കിപ്പുറം, 4 ഡെക്കേഡ്സിനിപ്പുറം അതെന്താണ്, അത് അരൽക്കും ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു ഡെസേർട്ടാണ്, ഒരു മരുഭൂമിയാണ്. അപ്പോൾ ആ ഒരു കാലത്തെ ഒരു ലേക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ലേക്ക്, ഇന്ന് ഒരു മരുഭൂമിയാണ്. എങ്ങനെയാണ് ആയതെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ 2 റിവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഈ റിവേഴ്സിലേക്ക് ആൾക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഓവറായിട്ട് തിരിച്ചുവിടാനും അതിലെ ജലം തിരിച്ചുവിടാനും ഒക്കെ തുടങ്ങിയ വഴി ഈ ഡെസേർട്ടിലേക്ക്, അന്നത്തെ അരൾസിയിലേക്ക് എന്ത് എത്തുന്നില്ല, ജലം എത്താതെയായി. അതുപോലെ തന്നെ അരൾസിയോട് ചേർന്ന് കോട്ടൺ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോട്ടൺ കൾട്ടിവേഷൻ ചെയ്യുന്ന സ്ഥലത്ത് ഓവറായിട്ട് കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സൊക്കെ യൂസ് ചെയ്ത വഴി അവിടുത്തെ എക്കോസിസ്റ്റവും ആകെ തകർന്നു തുടങ്ങി. അങ്ങനെ മനുഷ്യൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം, അൺസയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ കാരണം എങ്ങനെ ആ ഒരു നാച്ചുറൽ റിസോഴ്സസിന് നാശം സംഭവിക്കുന്നു, അതിന് ഡിസാസ്റ്റർ സംഭവിക്കുന്നു, ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് നമുക്ക് അരൾസി എന്ന് പറയുന്നത്. അപ്പോൾ അരൾസി നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ്, ഇനി ഇങ്ങനെ അൺസയൻറ്റിഫിക് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തത്, ഭൂമി എക്സ്പ്ലോയിറ്റ് ചെയ്തത്, നാച്ചുറിനെ അതിൻ്റെ പ്രിസേർവ് ചെയ്യണം, അതിൻ്റെ ആ ഒരു രൂപത്തിൽ തന്നെ പ്രിസേർവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചാപ്റ്ററാണ് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന നമ്മുടെ ഈ ചാപ്റ്റർ. ദ sustenance of life on earth depends on a variety of resources. What do we mean by a resources? A resource is anything that satisfies human needs and occurs naturally. It's technologically feasible and culturally acceptable. Let's now discuss the different types of resource and their sustainable management. അപ്പോൾ റിസോഴ്സ് എന്താണ്? മനുഷ്യൻ്റെ ജീവിതം, ഭൂമിയിലെ ജീവിതം എല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിസോഴ്സസിലാണ്. മനുഷ്യൻ്റെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ റിസോഴ്സസ് ആവശ്യമാണ്. അപ്പോൾ റിസോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, റിസോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന, നാച്ചുറലായിട്ട് അവൈലബിൾ ആവുന്ന ആ സാധനങ്ങളെയാണ് നമ്മൾ റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് ജലം, വായു തുടങ്ങിയ സാധനങ്ങളൊക്കെ റിസോഴ്സാണ്. അപ്പോൾ ആ റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, സസ്റ്റൈനബിളായിട്ട് മാനേജ് ചെയ്യണം. എന്നാലേ ഈ വേൾഡും നിലനിൽക്കത്തുള്ളൂ, നമുക്കും വരും കാലത്തേക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. Do you think that resources are simply free gifts of nature? That's not entirely true. Resources are also formed as a result of human efforts. Therefore, humans are an essential element in the formation of resources. We convert the materials available in our environment into resources and use them to meet our needs. റിസോഴ്സസ് എപ്പോഴും നാച്ചുറലി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ, എപ്പോഴും നാച്ചുറലി അവൈലബിൾ അല്ല. നാച്ചുറലി അവൈലബിൾ ആയ റിസോഴ്സസ് ഉണ്ട്, അല്ലാതെ ചില റിസോഴ്സസ് എന്ന് വെച്ചാൽ മനുഷ്യന് റെഡി ടു യൂസ് കിട്ടത്തില്ല. പക്ഷേ ആ കിട്ടുന്ന സാധനത്തെ മനുഷ്യൻ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ആക്കും. ഇപ്പോൾ മെറ്റൽസൊക്കെ നമുക്ക് റിസോഴ്സായിട്ട് ഭൂമിയുടെ അടിയിൽ നിന്നൊക്കെ ഖനനം ചെയ്ത് കിട്ടുന്ന മെറ്റൽസൊക്കെ നമുക്ക് അതുപോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, മനുഷ്യൻ റിസോഴ്സസ് ആയിട്ട് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് അത് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ചെയ്യുന്നത്. അതായത് ഭൂമിയിൽ കിട്ടുന്ന എല്ലാ സാധനവും, മീൻസ് റിസോഴ്സസ് എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ നാച്ചുറലി നമുക്ക് റെഡി ടു യൂസ് ആയിട്ടല്ല പലപ്പോഴും കിട്ടുന്നത്. റെഡി ടു യൂസ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളുണ്ട്, റെഡി ടു യൂസ് അല്ലാതെ കിട്ടുന്ന സാധനങ്ങളുണ്ട്. അതെന്ത് ചെയ്യും, ഹ്യൂമൻ എഫേർട്സ് കാരണം കൺവേർട്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യും. Humans can be considered as resources because they create and develop resources using their abilities, skills and technology. Haven't you heard of the term human resources? അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ചിന്ത വെച്ച് നമുക്ക് ഹ്യൂമൻസിനെയും, മനുഷ്യനെയും എന്തായിട്ട് കണക്കാക്കാം, റിസോഴ്സായിട്ട് കണക്കാക്കാം. കാരണം അവരെന്ത് ചെയ്യും, റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മെറ്റൽസ് കിട്ടുന്നത് ഉപയോഗമുള്ള ടൂൾസായിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ മനുഷ്യനെന്ത് ചെയ്യും, അവൻ്റെ എബിലിറ്റിയും സ്കില്ലും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വേണമെങ്കിൽ മനുഷ്യരെയും നമുക്ക് റിസോഴ്സായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഹ്യൂമൻ റിസോഴ്സ് എന്നൊക്കെ ടേമൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ resource can be classified into different categories based on their origin, renewability, ownership and state of development. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിസോഴ്സിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നാച്ചുറലി കിട്ടുന്നതുണ്ട്, ഹ്യൂമൻ എഫേർട്ട് വഴി കിട്ടുന്നതുണ്ട്, ഹ്യൂമൻസ് കൺവേർട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒറിജിൻ്റെ ബേസിസിൽ, റിന്യൂവബിലിറ്റിയുടെ ബേസിസിൽ, ഓണർഷിപ്പിൻ്റെ ബേസിസിൽ, സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിസോഴ്സിനെ പല കാറ്റഗറീസായിട്ട് തിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റിസോഴ്സസിനെ അതിൻ്റെ ഒറിജിൻ്റെ ബേസിൽ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ
നമ്മൾ പലതരത്തിൽ കാറ്റഗറൈസ് ചെയ്യണം. ആദ്യം വന്നിട്ട് ഒറിജിൻ്റെ ബേസിലാണ്. ഒറിജിൻ്റെ ബേസിൽ നമുക്ക് 2 തരത്തിൽ റിസോഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ബയോട്ടിക് റിസോഴ്സസ് എന്നും പറയാം, 2 അബയോട്ടിക് റിസോഴ്സസ് എന്നും പറയാം. അപ്പോൾ ആ ഒരു രൂപീകരണത്തിൻ്റെ ബേസിൽ നമുക്ക് ബയോട്ടിക് എന്ന് കൺവേർട്ട് ചെയ്യാം. എന്താണ് സാധനം എന്ന് നോക്കാം. Anything that is part of biosphere and can be used by humans is called biotic resources. Humans, plants and animals are examples of biotic resources. അപ്പോൾ ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുന്നത് ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം, ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയാം. അതായത് ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹ്യൂമൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് സാധനത്തിനെയും നമുക്ക് ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയാം. മനുഷ്യരെ തന്നെ, പ്ലാന്റ്സിനെ, ആനിമൽസിനെ ഒക്കെ ബയോട്ടിക് റിസോഴ്സസ് എന്ന് നമുക്ക് പറയാം. റിസോഴ്സസ് ദാറ്റ് ആർ മെയ്ഡ് ഓഫ് ലോൺ ലിവിങ് മാറ്റർ ആർ കാൾഡ് അബയോട്ടിക് റിസോഴ്സസ്. ഇനി ജീവനില്ലാത്ത വസ്തുക്കൾ, അതിന് നാച്ചുറലി കിട്ടുന്ന ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഉപയോഗമുണ്ടെങ്കിൽ, മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അബയോട്ടിക് റിസോഴ്സ് എന്ന് പറയാം. അപ്പോൾ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ബയോട്ടിക് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന സാധനങ്ങൾ, അതിനെയാണ് നമ്മൾ ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത്. അതിന് ഹ്യൂമൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഹ്യൂമൻസ്, പ്ലാന്റ്സ്, അനിമൽസ് ഒക്കെ ബയോട്ടിക് റിസോഴ്സസ് ആണ്. ജീവനുള്ള സാധനങ്ങൾ ആണ് ബയോട്ടിക് റിസോഴ്സ്. അടുത്ത് അബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത് നോൺ ലിവിങ് മാറ്ററാണ്. ജീവനില്ലാത്ത സാധനങ്ങളെയാണ് നമ്മൾ അബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണം സിമ്പിളായി. ബയോട്ടിക് മീൻസ് എന്താണ്, ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹ്യൂമൻസ് യൂസ് ചെയ്യുന്ന സംഭവങ്ങളെയാണ് ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത്. അബയോട്ടിക് മീൻസ് നോൺ ലിവിങ് മാറ്ററാണ്, ബയോസ്ഫിയറിൻ്റെ ഭാഗമല്ല, എന്താണ്, ഹ്യൂമൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് അബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒറിജിൻ്റെ ബേസിലുള്ള 2 ക്ലാസിഫിക്കേഷൻ. ഇനി റിന്യൂവബിലിറ്റിയുടെ ബേസിൽ, റിന്യൂവബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അത് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. റിന്യൂവബിൾ ആണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പുതുതായിട്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ബേസിൽ, റിന്യൂവബിലിറ്റിയുടെ ബേസിൽ 2ആയിട്ട് വീണ്ടും തിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒറിജിൻ്റെ ബേസിൽ ബയോട്ടിക് എന്ന് തിരിച്ചു. അടുത്ത റിന്യൂവബിലിറ്റിയുടെ ബേസിൽ എന്ത് ചെയ്യും, റിന്യൂവബിൾ റിസോഴ്സസ് എന്നും നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്നും തിരിക്കും. റിന്യൂവബിൾ റിസോഴ്സസ്, these are resources that are continuously produced or replenished in nature through physical or chemical process. Many of them do not diminish after use and can be reused. These resources are considered sustainable as long as they are not overused. Most renewable resources are readily available to human. അപ്പോൾ റിന്യൂവബിൾ റിസോഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്യുകയും റീപ്ലനിഷ് ചെയ്യുകയും ചെയ്യുന്ന സാധനങ്ങളെയാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു സാധനം, മിക്ക സാധനങ്ങളും റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. റിന്യൂവബിൾ റിസോഴ്സിൽ മിക്ക സാധനങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ഡിമിനിഷിംഗ് ഒന്നും സംഭവിക്കുന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയൊക്കെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൺലൈറ്റ് നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സൺലൈറ്റൊക്കെ റിന്യൂവബിൾ റിസോഴ്സാണ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നൊരു സംഭവമല്ല. കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്ത് റീപ്ലനിഷ് ചെയ്ത് നേച്ചറിൽ അങ്ങനെ പോകുന്ന സംഭവങ്ങളെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് റിന്യൂവബിൾ റിസോഴ്സിൽ മിക്കതും എന്താണ്, അതിന് ഡിമിനിഷിങ് സംഭവിക്കുന്നില്ല. ഒരിക്കൽ നമ്മൾ യൂസ് ചെയ്തെന്ന് വെച്ച് അതിന് പ്രത്യേക തകരാറോ ഒന്നും സംഭവിക്കുന്നില്ല, അത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് റിന്യൂവബിൾ റിസോഴ്സ്. അതിന് എക്സാമ്പിൾസാണ് സൺലൈറ്റ്, വിൻഡ് ഒക്കെ. അടുത്ത നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ദ എയർ വി ബ്രീത്ത് ആൻഡ് സൺലൈറ്റ് ആർ അവൈലബിൾ ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്. But what about resources like coal, petroleum and natural gas? Have you ever thought about how long these resources will last? Non-renewable resources are those that have been formed over millions of years and those reserves decrease with use. അപ്പോൾ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരുപാട് കാലങ്ങൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഫോം ചെയ്ത സംഭവങ്ങളാണ്. അതെന്ത് ചെയ്യും, അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ അളവ് കുറഞ്ഞു വരും. Some of those like metals can be reused, but other like fossil fuels deplete with use and cannot be reused. അപ്പോൾ മിനറൽസും ഫോസിൽ ഫ്യൂൽസും ഒക്കെ ഈ ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിളാണ്. അതായത് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതല്ല, പെട്ടെന്ന് റിപ്ലനിഷ് ചെയ്യപ്പെടുന്നതല്ല. എന്ത് ചെയ്യാണ്, ആ സാധനം മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് ഫോം ചെയ്യുന്നതാണ്. അത് യൂസിനനുസരിച്ച് എന്ത് സംഭവിക്കും, അത് പിന്നീട് അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. റിസോഴ്സിൻ്റെ ഇപ്പോൾ ഫോസിൽ ഫ്യൂൽസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ലെവൽ കുറഞ്ഞു വരും. അത് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യപ്പെടില്ല, പെട്ടെന്ന് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടില്ല. അത് കുറേ വർഷങ്ങളെടുക്കും, മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും അത് വീണ്ടും ഫോം ചെയ്ത് വരാൻ. അതിനാണ് നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസും ഉണ്ട്, റീയൂസ് ചെയ്യാൻ പറ്റാത്ത സബ്സ്റ്റൻസും ഉണ്ട്. ഇപ്പോൾ ഫോസിൽ ഫ്യൂൽസ് ഒന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് മെറ്റൽസൊക്കെ
മിനറൽസിൽ ഭാഗമായിട്ട് വരുന്ന മെറ്റൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. പെട്ടെന്ന് റിന്യൂ ചെയ്യപ്പെടുന്ന റിസോഴ്സ് അല്ല, പെട്ടെന്ന് വീണ്ടും പുതുക്കി വരുന്ന റിസോഴ്സസ് അല്ല നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും. യൂസിനനുസരിച്ച് ആ റിസോഴ്സസിൻ്റെ അളവിൽ കുറവും സംഭവിക്കും. റിസോഴ്സസ് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. ഇനി റിസോഴ്സസിനെ നമുക്ക് ഓണർഷിപ്പിൻ്റെ ബേസിൽ പല ടൈപ്പായിട്ട് തിരിക്കാൻ പറ്റും. പേഴ്സണൽ റിസോഴ്സസ്, കമ്മ്യൂണിറ്റി റിസോഴ്സസ്, നാഷണൽ റിസോഴ്സസ്, ഇൻ്റർനാഷണൽ റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ തിരിക്കാൻ പറ്റും. ഇപ്പോൾ പേഴ്സണൽ റിസോഴ്സസ് എന്താണെന്ന് നോക്കാം. പേഴ്സണൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരു ഇൻഡിവിജ്വൽ ഓൺ ചെയ്യുന്ന, ഒരു ഇൻഡിവിജ്വലിന് സ്വന്തമായിട്ടിരിക്കുന്ന സാധനത്തെയാണ് നമ്മൾ പേഴ്സണൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വീട്, യാർഡ്, ഓൺ വെഹിക്കിൾ, സ്വന്തമായിട്ട് വാഹനങ്ങൾ, ഹൗസ്, വീടുകൾ, അങ്ങനെയുള്ള സാധനം, ഒരു ഇൻഡിവിജ്വൽ ഓൺ ചെയ്തിരിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ പേഴ്സണൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറയുമ്പോൾ അക്സസിബിൾ ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, പബ്ലിക് പ്ലേ ഗ്രൗണ്ട്സ്, പാർക്കുകൾ, ഇതൊക്കെ എന്താണ്, ഒരു സൊസൈറ്റിയിലെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഒരു സൊസൈറ്റിയിലെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അപ്പോൾ അതിനാണ് നമ്മൾ കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നാഷണൽ റിസോഴ്സ് എന്ന് പറയുന്നത് രാജ്യം ഓൺ ചെയ്യുന്ന സാധനങ്ങൾ, മിനറൽ ഡിപ്പോസിറ്റ്, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, വാട്ടർ റിസോഴ്സസ്, ലാൻഡ് വിത്തിൻ കൺട്രീസ് ബോർഡർ, ഓഷൻ ഫ്രം ദ കോസ്റ്റ് ഓഫ് 12 നോട്ടിക്കൽ മൈൽസ്. ഇതൊക്കെ എന്താണ്, രാജ്യം ഓൺ ചെയ്യുന്ന, നാഷൻ ഓൺ ചെയ്യുന്ന സാധനങ്ങൾ. അതായത് ഇന്ത്യക്കകത്തുള്ള വസ്തു, 12 നോട്ടിക്കൽ മൈൽ കടൽ, ഇന്ത്യയുടെ ബോർഡറോട് ചേർന്ന് 12 നോട്ടിക്കൽ മൈൽ കടൽ, അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള മിനറൽ ഡിപ്പോസിറ്റ്, വൈൽഡ് ലൈഫ്, ഫോറസ്റ്റ്, ഇതൊക്കെ എന്താണ്, ഇന്ത്യയുടെയാണ്. അപ്പോൾ അതുപോലെ നാഷണൽ റിസോഴ്സ് എന്ന് പറയുന്നത് ആ നേഷൻ ഓൺ ചെയ്യുന്ന ആ റിസോഴ്സിനെയാണ് നാഷണൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ഏജൻസീസ് ഓൺ ചെയ്യുന്നത്, മറൈൻ റിസോഴ്സസ് ബിയോണ്ട് 200 നോട്ടിക്കൽ മൈൽ, 200 നോട്ടിക്കൽ മൈലിന് വെളിയിലുള്ള ആ ഒരു കടലുമായിട്ട് ബന്ധപ്പെട്ട മറൈൻ റിസോഴ്സസൊക്കെ ഇൻ്റർനാഷണൽ ഏജൻസീസിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, ഓൺഡ് ബൈ ഇൻ്റർനാഷണൽ ഏജൻസീസ് ആണ്, അതൊക്കെ ഇൻ്റർനാഷണൽ റിസോഴ്സസ് ആണ്. അപ്പോൾ ഓണർഷിപ്പിൻ്റെ ബേസിൽ 4 ആയിട്ട് തിരിക്കാം: പേഴ്സണൽ റിസോഴ്സസ്, കമ്മ്യൂണിറ്റി റിസോഴ്സസ്, നാഷണൽ റിസോഴ്സസ്, ഇൻ്റർനാഷണൽ റിസോഴ്സസ്. Are all the resources on earth accessible to us? Due to limitations in technology or lack of appropriate technological advancement, we are not able to develop many things on earth into resources. Sometimes we have to wait until an adequate technology is developed to convert them into resources. Based on the state of development, resources can be classified into 4 types: potential resources and developed resources. ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സിനെയും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്, അത് ചിലപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ടെക്നോളജീസ് നിലവിൽ കാണത്തില്ല, അല്ലെങ്കിൽ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിലവിൽ കാണത്തില്ല, അല്ലെങ്കിൽ ഫീസിബിളായ രീതിയിൽ കാണത്തില്ല. അപ്പോൾ മിക്ക സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ റിസോഴ്സിനെ നമുക്ക് യൂസ് ഉള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് വരുന്നവരെ മിക്കവാറും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ റിസോഴ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: പൊട്ടൻഷ്യൽ റിസോഴ്സസും ഡെവലപ്ഡ് റിസോഴ്സസും. അത് നമുക്ക് പൊട്ടൻഷ്യൽ റിസോഴ്സസ് എന്താണെന്ന് നോക്കാം. Potential resources are resources that are found in a region but are not yet fully utilized. പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്ന് പറയുന്ന റിസോഴ്സ് ആ ഒരു ഏരിയയിൽ ഫൗണ്ട് ചെയ്യുന്ന, ആ ഒരു ഏരിയയിലുള്ള സാധനമായിരിക്കും, പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള റിസോഴ്സിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് സാധനം അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതാണ് പൊട്ടൻഷ്യൽ റിസോഴ്സസ്. For example, Rajasthan and Gujarat have huge potential of generating energy from wind and solar power, but these sources are currently only marginally used for power generation. ഇപ്പോൾ രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെ എന്തുണ്ട്, ആ ഒരു വിൻഡ് ഉപയോഗിച്ച് എനർജി ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഹ്യൂജ് പൊട്ടൻഷ്യലുണ്ട്, പക്ഷേ ഇപ്പോൾ ആ ഒരു പൊട്ടൻഷ്യലിൻ്റെ അത്രയും എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ഇനി അതൊക്കെ പൊട്ടൻഷ്യൽ റിസോഴ്സിന് എക്സാമ്പിളാണ്. ഇനി ഡെവലപ്ഡ് റിസോഴ്സ് ആർ റിസോഴ്സസ് ഹൂസ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഹാവ് ബീൻ സർവൈവ്ഡ്, അസസ്ഡ് ആൻഡ് അഡ്വക്കേറ്റ് ടെക്നോളജി ഹാസ് ബീൻ ഡെവലപ്ഡ് ടു യൂട്ടിലൈസ് ദം എഫക്റ്റീവ്ലി. ഡെവലപ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയൊക്കെ സർവേ ചെയ്യപ്പെട്ട്, അസസ് ചെയ്യപ്പെട്ട്, അതിന് കൃത്യമായ ടെക്നോളജി, അഡ്വക്കേറ്റ് ടെക്നോളജി ഉപയോഗിച്ച് ആ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ആ ഒരു റിസോഴ്സിനെയാണ് നമ്മൾ ഡെവലപ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സ് ഡിപ്പെൻഡ് ഓൺ ടെക്നോളജി ആൻഡ് ദെയർ പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഒരു റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്തൊരു ബേസ് ചെയ്താണ്ടിരിക്കുന്നത് എന്നാൽ നിലവിലുള്ള ആ ഒരു ടെക്നോളജിയും അതുപോലെ തന്നെ അതിൻ്റെ പൊട്ടൻഷ്യലും, ആ റിസോഴ്സിൻ്റെ പൊട്ടൻഷ്യലും അടിസ്ഥാനത്തിലാണ് ആ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നത്. മെറ്റീരിയൽസ് ദാറ്റ് ക്യാൻ ബി
that can meet human needs but for which humans do not have the appropriate technology to utilize are called stocks. Hydrogen can be utilized as a rich source of energy, but we have not yet developed the advanced technology to use it as a resource today. അപ്പോൾ മെറ്റീരിയൽസിന് ചില മെറ്റീരിയൽസ് ഉണ്ട്, അതിനെന്ത് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റും, ആവശ്യങ്ങളെ നിറവേറ്റാൻ പറ്റും. പക്ഷേ അതിനെ ആ ഒരു കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടെക്നോളജി ഇല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൈഡ്രജനെ ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതിനെ ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും ആ പറ്റുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ടെക്നോളജി നിലവിലില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്സ്. അതായത് നിലവിലൊരു ഹ്യൂമൻ നീഡ്സിനെ മീറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട്, പക്ഷേ അതിനെ ആ ഒരു കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഇല്ല, ആ ഒരു യൂട്ടിലൈസ് എടുക്കാൻ പറ്റുന്ന ടെക്നോളജി ഇല്ല. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോക്സ്. ഉദാഹരണം ഹൈഡ്രജനെ ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിനെ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി നിലവിലില്ല. Natural resources are substances, objects or forms of energy that are obtained from nature and are useful to humans. They are valuable resources available in their natural state and are not created by humans. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റൻസ്, ഒബ്ജക്ട്സ് ഓർ ഫോം ഓഫ് എനർജി ആണ്. അത് നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്. അതായത് നേച്ചറിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസിനെയാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നേച്ചറിൽ നിന്ന് കിട്ടുന്ന മനുഷ്യർക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന സബ്സ്റ്റൻസോ ഒബ്ജക്റ്റോ ഫോംസ് ഓഫ് എനർജിയോ ഒക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ആണ്. അപ്പോൾ അത് നാച്ചുറൽ സ്റ്റേറ്റിലാണ് കിട്ടുന്നത്, അല്ലാതെ ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സംഭവമല്ല. അപ്പോൾ നാച്ചുറൽ റിസോഴ്സ് ആവണമെങ്കിൽ അത് നാച്ചുറലിൽ നിന്ന് കിട്ടുന്നതാവണം, ഹ്യൂമൻസിന് യൂസ്ഫുൾ ആവണം, ആൻഡ് എന്തായിരിക്കണം? നാച്ചുറൽ സ്റ്റേറ്റിലായിരിക്കണം കിട്ടുന്നത്, അല്ലാതെ ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ആവരുത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എയർ, വാട്ടർ, സോയിൽ, മിനറൽസ്, പ്ലാന്റ്സ്, അനിമൽസ്, ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് മോർ, ഇതൊക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ആണ്. അപ്പോൾ ഈ റിസോഴ്സസിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് നമ്മുടെ ഡൊമസ്റ്റിക്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ, എനർജി നീഡ്സിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റിസോഴ്സിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. Have you ever thought about how much influence natural resources have on our daily life? Natural resources such as mineral resources and energy resources are indispensable to human life. ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നതെല്ലാം നമുക്ക് മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഏതെങ്കിലും ഒരു നാച്ചുറൽ റിസോഴ്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വളരെ കഷ്ടപ്പാടാണ്. Minerals are naturally occurring organic or inorganic substance with definite chemical and physical properties. അപ്പോൾ ആ നാച്ചുറൽ റിസോഴ്സിലൊരു എക്സാമ്പിൾസ് ആണ് മിനറൽസ്. മിനറൽസ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറലി ഒക്യൂറിങ് ആയിട്ടുള്ള, നാച്ചുറലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഓർഗാനിക്കോ ഇൻഓർഗാനിക്കോ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. ഈ സബ്സ്റ്റൻസിന് എന്തുണ്ടാവും? ഒരു ഡെഫിനിറ്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ മിനറൽസ് എന്ന് പറയുന്ന ഒന്നുമില്ല, നാച്ചുറലി ഒക്യൂറിങ് ആണ്. ഓർഗാനിക്കോ അല്ലെങ്കിൽ ഇൻഓർഗാനിക്കോ സബ്സ്റ്റൻസ് ആവാം, ഏത് വേണോ ആവാം. പക്ഷേ അതിനെന്തായിരിക്കണം? ഒരു കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ഡെഫിനിറ്റ് ആയിരിക്കണം. ദേ ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ആറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ എ സ്പെസിഫിക് മാറ്റർ. അപ്പോൾ ഒരു സ്പെസിഫിക് മാനറിൽ, ഒരു പ്രത്യേക ക്രമത്തിൽ ആറ്റംസിനെ അറേഞ്ച് ചെയ്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് എന്തെന്ന് പറയുന്നത്? മിനറൽസ് എന്ന് പറയുന്നത്. മോസ്റ്റ് മിനറൽസ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 or more elements, while only a few elements occur in their pure state in nature. മിക്ക മിനറൽസും 2 or 3 എലമെൻസിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനായിട്ടാണ് കാണുന്നത്. പ്യുവർ സ്റ്റേറ്റിൽ കാണുന്ന കുറച്ചധികം മിനറൽസ് മാത്രമേ ഉള്ളൂ. The welfare of the people, the development of science and technology, and the economic growth of the country depends to some extent on the availability of minerals. ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ വെൽഫെയറും അവിടുത്തെ ഡെവലപ്മെൻറ്റും, സയൻസിൻ്റെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്തും ഒക്കെ ഒരു പരിധിവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അവിടുത്തെ മിനറൽസിലാണ്. അപ്പോൾ മിനറൽസിന് 2 തരത്തിൽ നമുക്ക് തിരിക്കാം. എന്താണ്? മെറ്റാലിക് മിനറൽസ്, ഫെറസ് മിനറൽസ് എന്നും നോൺ ഫെറസ് മിനറൽസ്, നോൺ മെറ്റാലിക് മിനറൽസ്, ഇനോർഗാനിക് മിനറൽസ്, ഓർഗാനിക് മിനറൽസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തിരിക്കാം. Generally, metals are separated from metal ores and are used for various purposes. Iron is used to make everything from frying pans to machines. Titanium, which is stronger than steel but weighs only half as much, is used to make airplanes, jet engines, missiles, and even space vehicles. Gold, a precious metal, is used in jewelry, electronics, and space technology. Not only metals, but also their alloys and compounds are used in agriculture and industries. Manganese compounds are even used in pharmaceuticals. Non-metallic minerals generally do not have metallic properties like luster and are used as raw materials or in combination with other minerals for various industrial purposes. Generally, മെറ്റൽസിനെ മെറ്റൽ ഓറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒരുപാട് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അയൺ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഫ്രൈങ് പാൻസ് മുതൽ മെഷീൻസ് വരെ ഉണ്ടാക്കാൻ നമ്മൾ ഇരുമ്പ് യൂസ് ചെയ്യാറുണ്ട്.
ടൈറ്റാനിയം എന്ന് പറയുന്നത് സ്റ്റീലിനേക്കാൾ സ്ട്രോങ്ങർ ആണ്, പക്ഷേ സ്റ്റീലിൻ്റെ പകുതി വെയിറ്റ് മാത്രമേ ഉള്ളൂ. അതൊക്കെ കൊണ്ട് തന്നെ എയർപ്ലെയിൻസ്, ജെറ്റ് എൻജിൻസ്, മിസൈൽസ് ഇതൊക്കെ ഉണ്ടാക്കാൻ, സ്പേസ് വെഹിക്കിൾസ് ഇതൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ടൈറ്റാനിയം യൂസ് ചെയ്യുന്നുണ്ട്. ഗോൾഡ് അറിയാമല്ലോ, ജുവലറിയിലും ഇലക്ട്രോണിക്സിലും സ്പേസ് ടെക്നോളജിയിലും ഒക്കെ നമ്മൾ ഗോൾഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മെറ്റൽസ് മാത്രമല്ല, മെറ്റൽസിൻ്റെ അലോയ്സും കോമ്പൗണ്ട്സും ഒക്കെ നമ്മൾ കൃഷിയിലും ഇൻഡസ്ട്രിയിലും വരെ യൂസ് ചെയ്യാറുണ്ട്. മാംഗനീസൊക്കെ ഫാർമസ്യൂട്ടിക്കൽസ്, മരുന്ന് നിർമ്മാണ കമ്പനികളിലൊക്കെ മാംഗനീസ് കോമ്പൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നോൺ മെറ്റാലിക് മെറ്റൽസ് സാധാരണഗതിയിൽ റോ മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്ത് പല ടൈപ്സ് ഓഫ് മെറ്റൽസ് അതുമായിട്ട് എനർജിയുടെ കാര്യങ്ങളും ഒക്കെ അടുത്ത സെക്ഷനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.